അവിടെ വന്ന ഇത് തന്നെയാണല്ലോ പാലക്കാട്ടും പറഞ്ഞത്, അടിച്ചു തൊഴികളെയും വിളിച്ച് മര്യാദക്ക് ചോദിക്കുമല്ലോ ഇപ്പൊ ചെയ്യുന്നത് നിങ്ങളും. അല്ല, അതില്ലാത്തത് ആരാണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം, അതില്ലാത്തത് ആർക്കാണെന്നും എനിക്കുണ്ടോന്നും എല്ലാം കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം. ജയ്ക്കൊരു വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് ശോഭേച്ചി വീണ്ടും വേറൊരു ബിന്ദു എന്ന് പറഞ്ഞ ഈ BJPയുടെ പ്രവർത്തക തന്നെയാണ്. ആ പ്രവർത്തകയെ വിളിച്ച് ഫോണിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു വോയിസ് ക്ലിപ്പ് ലീക്കായിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ആണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ഈ മുഖത്ത് കാണുന്ന ഈ കുത്തുപാടുകളൊക്കെ ഈ ചിക്കൻ ബോക്സ് വന്ന് മാറിയതിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ്, കുറച്ച് നാൾ ഉണ്ടാവും. ഓക്കെ, സഹകരിക്കണം. നിശബ്ദ വോട്ടിംഗ് പ്രചാരണം തൂക്കിയത് നമ്മുടെ ശോഭാ സുരേന്ദ്രനായിരുന്നു, ശോഭാ മേഡം. പക്ഷേ ഈ ശോഭാ മേഡത്തിൻ്റെ പല കഴിവുകളും നമ്മൾ ഇതുവരെ ശരിക്ക് അനുഭവിച്ചറിഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ശോഭാ സുരേന്ദ്രൻ്റെ നാവിൽ സരസ്വതി വിളയാടിയ ഒരു ഫോൺ കോളാണ് ഇപ്പോൾ ലീക്കായിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. ഈ വോയിസ് കേൾക്കുന്നതിന് മുമ്പായിട്ട് കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടടി പിന്നിലോട്ട് മാറിക്കുക, അവർ കേൾക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല പുളിച്ച വർത്താനാണ്, ചിലത് നമ്മൾ മ്യൂട്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അതൊരു മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ്. ഏത് പണം കൊടുക്കാനുള്ള ഇപ്പൊ ഈ കേസ് മുഴുവൻ നീ ഒറ്റ എടുത്തിയ, കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. എവിടെ വിട്ടിട്ടുള്ളത്? ആലപ്പുഴ കാറിലല്ലടി അവള് വന്നത്. എവിടെ? എന്റെ ശോഭ, ഞാൻ അയച്ചുതരാം. ഇന്ന് ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട ശോഭ. ഈ ശോഭ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ശോഭ എന്നെ വിളിച്ച് ഇത്ര കോപത്തോടു കൂടി ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ശോഭയ്ക്ക് സങ്കടവും ദേഷ്യവും വന്നതുകൊണ്ടാ. അതെ, ഞാൻ BJPയുടെ ആലപ്പുഴ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതെ, നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനെ കുറിച്ച്. അപ്പോൾ ആലപ്പുഴയിലെ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ബിന്ദുവിനെതിരെയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ ഈ ഒരു ഭീഷണി. അപ്പം നമുക്ക് ബാക്കി വേണ്ടി കേൾക്കാം. ശോഭാ സുരേന്ദ്രനാണ് ഈ പൂന്തുറ ശ്രീകുമാർ മുഖാന്തരം നല്ല വൃത്തിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പുറത്തോട്ട് വരാത്ത രീതിയിൽ ഒതുക്കിയത്. ഈ പൂന്തുറ ശ്രീകുമാറുമായിട്ട് അവിടെ ആലപ്പുഴയില് അല്ല തിരുവനന്തപുരത്ത് സത്യാഗ്രഹം ഇരിക്കുന്ന നല്ല പുളിച്ച തെറിയാണ്, ഡബിൾ മീനിങ് അല്ല, നല്ല രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് തെറി വിളിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ പോസ്റ്റ് ഇട്ടോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഈ പാർട്ടിക്കകത്ത് നിന്ന് നിങ്ങൾക്കെതിരെ ഞാൻ എന്തായാലും സ്റ്റേറ്റ് പരാതി കൊടുക്കുന്നുണ്ട്. പൂന്തുറ ശ്രീകുമാറിന് ഇവിടെ 2-3 ഹരിനാരായണനും അതുപോലെ തന്നെ കണ്ണനും ഇവരും ഒക്കെ ആയിട്ട് ചേർന്ന് ആ അറുമുഖം അശ്വതി അറുമുഖം ഇവരൊക്കെ കൂടെ ചേർന്ന് നല്ല മര്യാദയ്ക്ക് നല്ല വൃത്തിയായിട്ട് പ്രസംഗിച്ച് പറഞ്ഞ് സംസാരിച്ച് വന്ന എന്നെ ഒതുക്കിയത് ഞാൻ വെളിയിലോട്ട് അപ്പോൾ നല്ല വൃത്തിക്ക് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നൊരു പ്രവർത്തകയെ നല്ല വൃത്തിക്ക് ഒതുക്കി കൊടുത്തത് നമ്മുടെ ശോഭാ സുരേന്ദ്രനാണ് എന്നാണ് ബിന്ദു മേഡം പറയുന്നത്. പറയാമെങ്കിൽ നിങ്ങൾക്ക് സ്നേഹം ഞാൻ ചോദിക്കട്ടെ, ഞാനൊന്നും പറഞ്ഞു ശോഭ അവിടെ വന്നപ്പം ഇത് തന്നെയാണല്ലോ പാലക്കാട്ടും പറഞ്ഞത്, അടിച്ചു തൊഴികളെയും. ഇവർക്ക് എല്ലായിടത്തും ശോഭയുടെ ഒരു പ്രധാനപ്പെട്ട കോമൺ ആയിട്ട് വരുന്നൊരു ഡയലോഗാണ്, അടിച്ച് നിന്റെ തൊലി പറിക്കുന്നു, അടിച്ച് നിന്റെ മൂന്നയുടെ ഷേപ്പ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അറിയാലോ, പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പിൽ പാലക്കാടിൻ്റെ BJP സ്ഥാനാർത്ഥിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. അറിയാത്തവർക്കായിട്ടാണ് പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ, അതായത് മേഡത്തിൻ്റെ ശോഭ ചേച്ചിയുടെ നിഴലായിട്ടുള്ള ഒരു ചേച്ചി, ആ ചേച്ചി ഒരു പാവപ്പെട്ട അമ്മാമ്മയ്ക്ക് പൈസ കൊടുക്കുന്നത് വീഡിയോ ലീക്കായിട്ടുണ്ടായിരുന്നു. അതായത് വോട്ടിന് വേണ്ടിയിട്ട്
അത് പച്ചയ്ക്ക് പറയാലോ, BJP പല സ്ഥലത്തും പല രീതിയിൽ പൈസ കൊടുക്കുന്നുണ്ട്. പൈസ കൊടുത്തതായിട്ട് അറിഞ്ഞിട്ടുണ്ട്, കിറ്റ് കൊടുത്തിട്ടുണ്ട്, സാരി കൊടുത്തിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടുണ്ട്, അമ്മാതിരി വേണ്ടാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ BJP. അത് പിടിച്ചതിന് ശേഷം ഈ ശോഭ ചേച്ചി കാണിച്ചു കൂട്ടിയിട്ടുള്ള അക്രമങ്ങൾ, അതും നടു റോട്ടിൽ വെച്ചിട്ട് ശോഭ ചേച്ചി ഫോൺ തട്ടിപ്പറിക്കലും എന്തൊക്കെ ബഹളമായിരുന്നു. എന്താ പറയുക, ഒരു ജനപ്രതിനിധി പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണോ അന്ന് ശോഭ മേഡം ആ ഒരു വീഡിയോ പിടിച്ച ആ ചെറുക്കൻ്റെ അടുത്ത് പറഞ്ഞത്? തീരെ ശരിയാവാത്ത, എന്താ പറയുക, അങ്ങേയറ്റം മോശമായിട്ടുള്ള വാക്കുകളാണ് അന്ന് അവിടെ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ കോൾ വെച്ച് ഈ ഒരു ഓഡിയോ കോള് നമ്മൾ കേട്ട് നോക്കുമ്പോൾ അതൊന്നുമല്ല. നാവിൽ നല്ല രീതിയിൽ സരസ്വതി വിളയാടിയിട്ടുള്ള ഓഡിയോ ആണ്. നമുക്ക് ഭാഗ്യം വേണ്ടി കേൾക്കാം. എന്ന് ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ പറയാൻ എനിക്കും പറ്റും. പക്ഷെ പറഞ്ഞോട്ടെ അതിനെ എതിർക്കേണ്ട സമയത്ത് എതിർക്കേണ്ട പോലെ ഞാൻ സ്വന്തം പല്ലടകള് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി നാറ്റിക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സംഭവം ഇതാണ്. ശോഭ മര്യാദയ്ക്ക് പറയണാണെങ്കിൽ എന്റെ കാര്യം കേൾക്കണം. അന്ന് അവിടെ വന്നപ്പോഴും ഞാൻ പറഞ്ഞു, ആ ഓഫീസിനകത്തിരിക്കുന്ന സെക്രട്ടറി എന്ന് പറയുന്ന കൊച്ചിനെ ആ ശ്രീകുട്ടൻ ആ കൊച്ചിനെ ഉപദ്രവിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു. ആ ഓഫീസിലെ ശ്രീകുട്ടൻ, അത് നിങ്ങൾക്കറിയാം. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പൂന്തറ ആ കൊച്ചിനോട് പറഞ്ഞ എന്നാന്നോ, നീയും ഈ പാർട്ടി കാണത്തില്ലെന്ന്. ആലപ്പുഴ ജില്ലയിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഈ കവലയ്ക്കൽ വന്ന് രാത്രിയിൽ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചിട്ടല്ലേ സംസാരിക്കുക? ഇപ്പൊ കേക്ക്, ഇത് ആരായി പറയുന്നത് സാമാന്യ മര്യാദ? എന്താ പറയുക, സാമാന്യമായിട്ടുള്ള മര്യാദകളൊക്കെ നേടിയിട്ടുള്ള ഒരു ആളാണ് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങോട്ട് മര്യാദ കിട്ടുമ്പോഴാണ് നമ്മൾ അങ്ങോട്ടും മര്യാദ കൊടുക്കുക, അല്ലേ? അപ്പൊ ഇത് നിങ്ങൾ കേക്ക്, അപ്പൊ അവിടെ സോമന്റെ കൂടെ പോയി അവനെയും കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് എന്തൊക്കെ മാറി പുഴുത്ത വർത്താനങ്ങളല്ലേ, അപരാധിച്ച വർത്താനങ്ങൾ മാത്രമാണ് കേട്ടോ പറയുന്നത്. അമ്മാതിരത്തെ തോന്നിയാസാണ് ഈ പറഞ്ഞു വിട്ടണത്. തോന്നിയാസാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഇങ്ങനൊരു സംഭാഷണമൊന്നും പറയാൻ പാടില്ലാത്തതാണ്. സോമന്റെ കൂടെ പോയി കിടന്ന് കെട്ടിപ്പിടിച്ച് എന്തൊക്കെ പറയുന്നു. ശോഭ അവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നപ്പം ഇതാ ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് മര്യാദക്ക് ചോദിക്കുമല്ലോ ഇപ്പൊ ചെയ്യുന്നത് നിങ്ങളും. അല്ല, അതില്ലാത്തത് ആരാണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം. അതില്ലാത്തത് ആർക്കാണെന്നും എനിക്കുണ്ടോന്നും എല്ലാം കൃത്യമായിട്ട് ജനങ്ങൾക്ക് അറിയാം. കൊടുത്തു നല്ല രീതിക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിനാ ഈ ആവശ്യമില്ലാതെ പറയുന്നത്? ശോഭ എന്നോട് വിളിച്ചിട്ട് ചേച്ചി എന്താ പ്രശ്നം എന്നല്ലല്ലോ ചോദിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് നിനക്കെതിരെ വ്യക്തിപരമായിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നു, എന്റെ പൊതുപ്രവർത്തനത്തിൽ വ്യക്തിപരമായിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത്രയും വൃത്തികെട്ട രീതിയിൽ നാട്ടുകാരുടെ കൂടെ നിന്ന് നീ കളിച്ചിട്ടുണ്ടെങ്കിൽ നീ എഴുതിക്കൊന്നു. ഒരിക്കലും നാട്ടുകാരുടെ കൂടെ നിന്ന് കളിക്കത്തില്ല. 14 ദിവസമാണ് കേട്ടോ ശോഭേച്ചി ഇവർക്ക് കൊടുത്തിട്ടുള്ളത്, ഒരു റിമാൻഡ് കാലാവധി. അത്രയധികം മാനസിക ഈ ഇലക്ഷൻ സമയത്ത് എന്നെ ഒരു വാർഡിൽ പോലും പ്രവർത്തിക്കാൻ സമ്മതിക്കാതിരുന്നത് ഈ അരുണനും കൂടെ ചേർന്ന് ശോഭ ചെയ്തതാണ്. അതായത് അറിയാത്ത കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ എനിക്കെതിരെ ഇട്ട പോസ്റ്റിന് നിങ്ങൾ മാപ്പ് പറഞ്ഞതിൽ നിന്ന് ഞാൻ കോടതിയെ കയറ്റുന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനേക്കാളും SDPയെക്കാളും ഇവിടുത്തെ മാർക്സിസ്റ്റുമായിട്ട് എത്രയും വലിയ ഗുണ്ടകളെക്കാളും പിന്നെ നീയലടി ആലപ്പുഴയില് ഈ പണം കൊടുക്കാനുള്ള പെണ്ണിനെ ഇറക്കിയത്. ഞാൻ അങ്ങനെ പെണ്ണാണോ അത്? ഏത് പണം കൊടുക്കാനുള്ള? ചുള്ളി കൂടെ ഒരു ഗോൾ അങ്ങോട്ട് അടിക്കാൻ നോക്കുകയാണ്. കിട്ടണ കിട്ടിക്കോട്ടെ, എന്തായാലും ചീഞ്ഞ് നാറിയിരിക്കുകയാണല്ലോ. അപ്പം ഈ നാറിയ ഡ്രസ്സ് ഊരിയിട്ട് അവർക്ക് കൊടുത്താലോ എന്നുള്ള ഒരു ചിന്ത അതിനത് അകത്ത് കൂടെ
ശോഭയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും, ശോഭയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും കോൾ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ഇതെന്തായാലും എയറിൽ പോവും. അപ്പോൾ ഇതും കൂടി ചേർന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ. ഈ കേസ് മുഴുവൻ ഇനി ബാക്കിയുള്ള സമയത്തൊക്കെ ഈ പ്രസ് മീറ്റിലും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇതിനെ ബന്ധപ്പെടുത്തിയിട്ട് ഇനി സംസാരിക്കാമല്ലോ. കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. ആലപ്പുഴ കാറിലല്ലേ അവള് വന്നത്? എവിടെ എന്റെ ശോഭ ഞാൻ അയച്ചുതരാം. നിന്നെ ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട ശോഭേ. ഈ ശോഭ എന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ശോഭ എന്നെ വിളിച്ച് ഇത്ര കോപത്തോടു കൂടി ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ശോഭയ്ക്ക് സങ്കടവും ദേഷ്യവും വന്നതുകൊണ്ടാ. അതേസമയം എന്നോട് സ്നേഹമായിട്ടാണോ ചോദിച്ചത്? ഇതുപോലെ എല്ലാവർക്കും വിഷമമുണ്ട്. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനേക്കാളും SDTയേക്കാളും ഇവിടുത്തെ മാർക്സിസ്റ്റ് എത്രയും വലിയ ഗുണ്ടകളെക്കാളും പിന്നെ നീയല്ലേ ആലപ്പുഴയില് ഈ പണം കൊടുക്കാനുള്ള പെണ്ണിനെ ഇറക്കിയത്? ഞാൻ അറിയണ പെണ്ണാണോ അത്? ഏത് പണം കൊടുക്കാനുള്ള? ഇപ്പൊ ഈ കേസ് മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒറ്റ വ്യക്തിയാ. കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. എവിടെ വഴി തിരിച്ചു വിടുകയാണ് ശോഭ ചേച്ചി. എന്താ കടിച്ച പാമ്പിനെ വിഷറക്കാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം ഇത്ര നാളും UDF ആയിരുന്നു എനിക്കെതിരെ പ്രവർത്തിച്ചത്, അവനെ കോടതിയിൽ കയറ്റും എന്നൊക്കെയായിരുന്നു വാദം. ഇപ്പോൾ നേരെ തിരിഞ്ഞു പോയി. അവരുടെ പാർട്ടിയിൽ പെട്ടിട്ടുള്ള ഒരു സ്ത്രീക്കെതിരെ ഇപ്പോൾ ശോഭ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അവിടുത്താന്നേ പറയുള്ളൂ. അത് അന്ന് തന്നെ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ആദ്യം പിടിച്ച വഴിക്ക് ഇവർ ചോദിച്ചു, ശോഭ ചേച്ചി പൈസ കൊടുത്തത് വളരെ മോശമാണ് കേട്ടോ. പറഞ്ഞ വഴിക്ക് ശോഭ ചേച്ചി പറഞ്ഞത് എന്താണ്? ഇത് ഈ കൊച്ചിൻ്റെ കാറിൻ്റെ ബാക്ക് സീറ്റിലിരിക്കുന്ന ശോഭ ചേച്ചി ഫ്രണ്ടിലിരിക്കുകയാണ്. ബാക്ക് സീറ്റിലിരിക്കുന്ന ആ പെണ്ണിനെ ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത് ഈ ചേച്ചിയുടെ വല്യമ്മയാണെന്ന്. അപ്പോൾ പൈസ കൊടുത്തു എന്നുള്ളത് അവിടെ കറക്റ്റാണ്. പിന്നെ പൈസ കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞ് ഡിഫെൻഡ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? പിന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ്സുകാരാണ് എനിക്കെതിരെ പ്രവർത്തിച്ചത്, അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീയാണ് പൈസ കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ പറഞ്ഞ് വെളുപ്പിക്കാൻ നോക്കിയെങ്കിലും പൊട്ടി അങ്ങോട്ട് ഏറ്റില്ല, പൊളിഞ്ഞു പോയി. സോ അപ്പോൾ അടുത്തൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ശരി, ശോഭ ചേച്ചി അടപടലം പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ചർച്ചയുണ്ടാവണം. ഇനിയിപ്പോൾ ഈ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന് ബിന്ദു എന്നാണ് പേര്. അപ്പോൾ ആ പെണ്ണിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. നിന്നെ ഞാൻ കാണിച്ചു തരാം, അടിച്ച് നിന്റെ ചെപ്പക്കുറ്റി പണിക്കുറവ് തീർത്തു തരാം തുടങ്ങി അനാവശ്യമായി. അത് ഒരു രാഷ്ട്രീയ നേതാവാണ്, അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയ ശോഭാ സുരേന്ദ്രൻ ഒരു പ്രവർത്തകയായി എന്നോട് തീർച്ചയായും അപമര്യാദയായി ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞത്. ഇതിന് ശോഭാ സുരേന്ദ്രന്റെ സ്വഭാവം ഇതാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യാതൊരുവിധ സത്യവുമില്ല. ഒരു പാലക്കാട് ഇവിടെ നിന്ന് അവിടെ ചെന്ന് അവിടെയുള്ള ആളുകൾക്ക് പൈസ കൊടുക്കാനും മാത്രമുള്ള സാമ്പത്തിക ശേഷിയോ എനിക്ക് ശോഭാ സുരേന്ദ്രനെ ഈ പാർട്ടിയിൽ ഇപ്രകാരം നാണം കെടുത്തുന്നതിനോ ചെയ്യുന്നതിനോ വേണ്ടിയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഉള്ളതല്ല. അത് അവർക്ക് തെളിയിക്കാം. അവർ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അവരത് തെളിയിക്കേണ്ടി വരും. ശോഭാ സുരേന്ദ്രൻ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കവലയ്ക്കൽ എന്ന് പറയുന്ന ഒരു വീട്ടിൽ രാത്രിയിൽ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഈ ശോഭാ സുരേന്ദ്രൻ ഈ ജില്ലയിൽ വന്ന് അനധികൃതമായി പിരിവ് നടത്തിക്കൊണ്ട് പോകുന്നെന്നും അതിനെതിരെ അത് ശരിയല്ലെന്നും ജില്ലാ പ്രസിഡന്റായ ഞാൻ ഇത് അറിയുന്നില്ലെന്നും സംസ്ഥാനത്ത് വിളിച്ച് പരാതിപ്പെടുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മള് അതിൽ നിന്ന് കണ്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ ഈ ധിക്കാരപരമായ വണ്ടിയിൽ നിന്ന് ഇറക്കി അടിച്ച് നിന്റെ ചെപ്പക്കുറ്റി, ഇതെല്ലാം ഇവരുടെ ശരിയായ സ്വഭാവമാണ്. ഈ സ്വഭാവമാണ് എന്നോട് കാണിച്ചത്. ഒരു 60 വയസ്സുള്ള വൃദ്ധയായ എന്നോട് ഈ രീതിയിലുള്ള പെരുമാറ്റമാണ്. അടിച്ച് നിന്റെ ചെപ്പ കളയുമെന്നും അതുപോലെ തന്നെ കേട്ടാൽ അറയ്ക്കുന്ന പല ആരോപണങ്ങളും ഇവർ ഉന്നയിച്ചിരിക്കുകയാണ്. ഈ ഒരു വനിതയ്ക്കെതിരെ ഇപ്രകാരം യാതൊരു സത്യവുമില്ലാത്ത ഒരു കാര്യം, അതും ഒരു പത്രത്തിൽ ഒരു ഫോണിൽ കൂടി വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്താൻ തന്റെ ഇടമുള്ള ഇവർക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് അവരാണോ ചെയ്തത് സത്യം എന്നുള്ളത് നമുക്ക് തെളിവില്ല. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരെ, നിങ്ങൾ എങ്ങാനും ഇവർക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഭാവിയിൽ നല്ല രീതിയിൽ ദുഃഖിക്കേണ്ടി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു നിലപാടും ഇല്ലാതെ ഒരു രീതിയിലും സത്യങ്ങൾ പറയാതെ നുണകൾ കൊണ്ട് അതിനെ വെളുപ്പിക്കാനായിട്ട് അടുത്ത നുണകൾ കൊണ്ട് അതിങ്ങനെ അമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു BJPയുടെ പാലക്കാട് നിന്നിരുന്നത്. അവരുടെ എല്ലാ കള്ളങ്ങളും പൊളിഞ്ഞിട്ടും അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് പുട്ടിയിടാനുള്ള അവരുടെ ശ്രമങ്ങൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അമ്മാരി തൊലിക്കട്ടി വേണം ആ ഒരു സംഭവത്തിന്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 പ്രാവശ്യം തോറ്റിട്ടും 10ാം പ്രാവശ്യം ജയിക്കാനുള്ള അവരുടെ മനസ്സ് അത് കാണാതെ പോകരുത്. ആ 10ാമത്തെ ഒരു കളിയാണ്. അപ്പോൾ 6ാം നമ്പറിൽ മോഹൻലാൽ പറയുന്നുണ്ട് ജയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ കളിക്കുന്നത്. സോ അപ്പോൾ ജയത്തിന് മുമ്പിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ആൾക്കാരെ 3G ആക്കുക എന്നുള്ളത് ഒരു നിലപാട്. 2 ആൾക്കാരെ പൊട്ടന്മാരാക്കുക എന്നുള്ളത് 2ാമത്തെ നിലപാട്. ആൾക്കാരെ അവിടുത്തെ വോട്ടർമാരെ എങ്ങനെയും പറ്റിച്ച് അധികാരം പിടിച്ചു കയറ്റാം എന്നുള്ളത് 3ാമത്തെ നിലപാട്. 4ാമത്തെ നിലപാട് ഞാൻ പറയുന്നില്ല, എൻ്റെ വായെ അതിനെ അർഹിക്കുന്നില്ല. അമ്മാതിരി തോന്നിവാസങ്ങളാണ് ഈ NDA സ്ഥാനാർത്ഥി അവിടെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ BJPയുടെ എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പോൾ തൃക്കാക്കരയിലും തൃപ്പൂണിത്തറയിലും ഏറ്റുമാനൂരായാലും കുണ്ടറയായാലും എവിടെയായാലും എല്ലായിടത്തും ഈ BJP സ്ഥാനാർത്ഥികൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള കുറേ എന്നിട്ട് പറയാം ബുദ്ധിമോശങ്ങൾ. ഇത് ബുദ്ധി ഇല്ലാണ്ടാവണതാണോ അത് ഇതിനകത്ത് BJPക്ക് അകത്ത് വരുമ്പോൾ ബുദ്ധി ഇല്ലാണ്ടാവണതാണോ എന്ന് മനസ്സിലാവണില്ല. അതായത് ഇവരുടെ ഒരു കൊട്ടിക്കലാശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഇല്ലേ, ഈ കലാമേള, ഈ യുവജനോത്സവം, കലോത്സവമൊക്കെ, അതിൽ ഈ ചെസ് നമ്പർ 1, ചെസ് നമ്പർ 2, ചെസ് നമ്പർ 3 എന്ന് വിളിക്കുന്ന പോലെയാണ് ഡാൻസ് കളിക്കുക. ഇതൊക്കെയാണോ ഈ ഒരു എലക്ഷൻ പ്രചാരണത്തിൽ വേണ്ടത് കാര്യങ്ങൾ? നിന്ന് ഡാൻസ് കളിക്കുക, കോമാളിയാവുക ആൾക്കാരുടെ മുന്നിൽ. പൊളിറ്റിക്സ് എങ്ങനെ സംസാരിക്കണം എന്നറിഞ്ഞുകൂടാത്ത കുറേ സ്ഥാനാർത്ഥികളായിരുന്നു BJPയിലുണ്ടായിരുന്നത്. ഫെയിം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് BJP പിടിച്ചു നിർത്തിയ സ്ഥാനാർത്ഥികൾ. തലയ്ക്കകത്ത് തീരെ ആൾ താമസമില്ലാത്ത ഇവർ കാട്ടിക്കൂട്ടിയ കോമാളിത്തരങ്ങളായിരുന്നു ഇത്രയും കാലം ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ട്രോളുകളായിട്ട് ഓടിക്കൊണ്ടിരുന്നത്. അതൊരു പാർട്ടിയുടെ എന്താ പറയുക അങ്ങേയറ്റം ദയനീയകരമായിട്ടുള്ള ശോചനീയാവസ്ഥ എന്നൊക്കെ പറയേണ്ടി വരും. അമ്മാതിരി അത്തപ്പതിച്ച സ്ഥാനാർത്ഥികളായിരുന്നു ഇത്തവണ BJPയിലുണ്ടായിരുന്നത്. പേരിന് പോലും സംസാരിക്കാൻ കഴിയാത്ത, നിലപാടുകൾ മാറി മറിയുന്ന ഇവന്മാരെയൊക്കെ ഒന്ന് പിടിച്ചു നിർത്തി വോട്ടിന് തെണ്ടാൻ വിടുന്ന BJPക്കാരെ, നിങ്ങൾക്ക് മതമല്ലാതെ വേറൊന്നും സംസാരിക്കാനില്ലെന്നാണ് നമ്മളിപ്പോൾ ഈ കണ്ട എലക്ഷൻ പ്രചാരണത്തിൽ നമ്മൾ കേരളക്കാരെ മനസ്സിലാക്കുന്നത്. സോ ഒരിക്കലും BJP കേരളത്തിൽ വരില്ല. ഇമാതിരി നാറിയ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരിക്കലും BJP കേരളത്തിൽ വരില്ല. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം ഞാൻ ഇന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, അത് പ്രൂവ് ചെയ്ത് കാണിക്കുക. അങ്ങനെ കാണിക്കാനുള്ള ഒരൊറ്റ സ്ഥാനാർത്ഥി പോലും, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ജെനുവിനായിട്ട് പറയണം, കണകുണാന്ന് പറയല്ല ചെയ്യുക, ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ പറയാനായിട്ടുള്ള ഒരു തൻ്റെടവും തണ്ടുറപ്പുള്ള ഒരു സ്ഥാനാർത്ഥി പോലും BJPയിൽ ഞാൻ കണ്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.